ഇത് ചതീശനുള്ള അടുത്തയടി. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചെന്നിത്തല നയിക്കും. ഒടുവിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് വെളിവ് വന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ കമ്മിറ്റികളെ അവർ പ്രഖ്യാപിച്ചു. സർവ്വവ്യാപിയായി സകലയിടത്തും കയറി മെഴുകി നടന്ന നെട്ടൂർ കേക്കച്ചനെ ഒരു സമിതിയിലും അടുപ്പിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, ചെന്നിത്തലയെ പ്രചാരണ സമിതിയുടെ അധ്യക്ഷനുമാക്കി. ചാകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ മുഖ്യമന്ത്രി കസേരയിൽ ഒന്നിരുന്നിട്ട് ചാകണം എന്നാഗ്രഹിച്ച് നടക്കുന്ന ഉസ്മാൻ രമേശിനിപ്പോൾ സ്വർഗം കിട്ടിയ വാശിയുമായി. നെട്ടൂർ കേക്കച്ചന്റെ മുഖം കണ്ടാൽ UDF കിട്ടാനുള്ള വോട്ട് കൂടി നഷ്ടപ്പെടും എന്ന കേരളത്തിലെ അമ്മമാരുടെ മുറവിളി കേട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത്. മുസ്ലിം ലീഗും ഈ നടപടിയെ പിന്തുണച്ചു എന്നാണ് അറിവ്. തെൻകണി വീരൻ സതീശനെ പൊതുജനങ്ങൾ മാത്രമല്ല സമുദായ നേതാക്കന്മാരടക്കം എടുത്ത് അലക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രചാരണ സമിതി രൂപീകരിക്കുന്നത്. ആകെ 10 അംഗങ്ങളാണ് അധ്യക്ഷൻ ഉൾപ്പെടെ ഈ സമിതിയിലുള്ളത്. ഭാഗ്യം. സാധാരണ ഇവർ ഇപ്രകാരം ഒരു കമ്മിറ്റിയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ മിനിമം ഒരു ട്രെയിനിൽ കയറ്റുവാനുള്ള അംഗങ്ങൾ കാണുമായിരുന്നു. എന്തായാലും ഇത്തവണ 10 നിർത്തി. ആ 10 കേക്കച്ചൻ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. കുനിപ്പ് വെക്കാൻ സാധ്യതയുള്ള കുറിയവനെ തന്നെ പിടിച്ച് അമരത്തിരുത്തിയാൽ തൊഴുത്തിൽ കുത്ത് സ്വല്പം കുറയും, ചാടിത്തുള്ളി പൊക്കോളും എന്ന ആ കണക്കുകൂട്ടലിലാണ് കേന്ദ്ര നേതൃത്വം ഇപ്രകാരം ഒരു തീരുമാനമെടുത്തതെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള കമ്പി സന്ദേശത്തിൽ അറിയുവാൻ കഴിഞ്ഞത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MPയെ പിടിച്ച് ഉപാധ്യക്ഷനുമാക്കി. തന്നെ തഴഞ്ഞു എന്ന് ഇനി ശശി തരൂർ പറയുകയില്ല. ശശിയെ ഒതുക്കിയെന്ന് നാട്ടുകാരും മിണ്ടില്ല എന്ന കണക്കുകൂട്ടലിലാണ് ഈ നടപടികൾ. അതുപോലെ ഷാഫിയാണ് കൺവീനർ. ബെന്നി ബെഹനാൻ MPയെ പ്രകടന പത്രികാ സമിതി ചെയർമാനായും കൊടിക്കുന്നിൽ സുരേഷിനെ സഹ അധ്യക്ഷനായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹൈബീഡൻ MP, MLAമാരായ മാത്യു കൊഴുനാടൻ, റോജി M. ജോൺ, CR മഹേഷ്, കൂടാതെ രമ്യ ഹരിദാസ്, M. ലിജു, ദീപ്തി മേരി വർഗീസ് എന്നിവരൊക്കെയാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. ഇത്രയും പേരുടെ പേര് വായിക്കുമ്പോൾ തന്നെ ഏത് സുഗ്രീവനും വിളിച്ചു പറയും ഇത് ഹൈക്കമാൻഡിന്റെ ലിസ്റ്റല്ല, നമ്മുടെ ആലപ്പുഴ കോവാൽജിയുടെ ലിസ്റ്റാണ് എന്ന്. കാരണം കോവാൽജിയുടെ വേണ്ടപ്പെട്ടവർ എല്ലാവരും തന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്തായാലും KK സതീശൻ അടങ്ങിയിരിക്കില്ല എന്ന് ഉറപ്പാണ്. രാവിലെ തന്നെ പുട്ടിയും ഇട്ട് പാരലൽ പണിയുമായി ഇറങ്ങുക തന്നെ ചെയ്യും. VD സതീശന്റെ കള്ളപ്പണം തിന്നുന്ന മാപ്രകൾ സതീശന്റെ പ്രസ് സെക്രട്ടറി പറയുന്നത് കേൾക്കണോ അതോ ചെന്നിത്തലയുടെ പ്രസ് സെക്രട്ടറി പറയുന്നത് കേൾക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാവും ഇനി. വിഷൻ 2026ന്റെ ഭാഗമായി വിപുലമായ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള ചുമതല ബെന്നി ബെഹനാൻ അധ്യക്ഷനായ സമിതിക്കാണുള്ളത്. അതോടെ കേക്കച്ചന് ഇനി വിഷൻ 2026 എന്ന് മിണ്ടാൻ പോലും സാധിക്കില്ല. കാരണം അതിൻ്റെ പേറ്റന്റ് അടക്കം കൊണ്ടുപോയി കഴിഞ്ഞു. ഈ പത്രികയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും അത്രേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആ പ്രവർത്തനങ്ങൾ. MPമാരായ ഡീൻ കുര്യാക്കോസും ജെബി മേത്തറും ഈ സമിതിയിൽ അംഗങ്ങളാണത്രേ. ഇവരില്ലാതെ KCക്ക് എന്ത് സമിതി, എന്ത് പ്രചരണ കമ്മിറ്റി? സംഗതികളൊക്കെ കൊള്ളാം. പക്ഷേ രാഹുലിനിട്ട് പണിയാൻ കൂട്ടുനിന്ന ഉസ്മാൻ രമേശ് ചെയ്ത ആ പണികൾക്ക് മാപ്പിരുന്ന് കോടതിയിലേറ്റ തിരിച്ചടി കണക്കിലെടുത്ത് രാഹുലിനെ ഉടനെ തിരികെ എടുത്തില്ലെങ്കിൽ ജനങ്ങൾ രമേശിനെ പഞ്ഞിക്കിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ചെങ്ങന്നൂരിലെ ചുറ്റിക്കളിയും മാവേലിക്കരയിലെ ചെറിയ വീടുമൊക്കെ ആളുകൾ മറന്നിട്ടില്ല എന്ന് ഉസ്മാനെ ഓർമ്മിപ്പിക്കുവാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാലിൻ്റെ ആ കല്ലൻ പരിപ്പ് വേഗണമെങ്കിൽ രാഹുലിനെ കണ്ടില്ലെന്ന് നടിക്കരുത്. രാഹുലിനെ ഉടൻ തിരികെ എടുക്കണം. നീയൊക്കെ ആരെയൊക്കെ ഏച്ചു കെട്ടാനും വെച്ച് കെട്ടാനും ശ്രമിച്ചാലും രാഹുലിൻ്റെ അമേദ്യത്തിൻ്റെ വില പോലും വരില്ല എന്ന തിരിച്ചറിവ് ഓരോ കോൺഗ്രസ് നേതാവിനും ഉള്ളിലുണ്ടാവണം. രാഹുൽ ഫാക്ടറാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ വിധി നിർണ്ണയിക്കുന്നത് എന്ന് ആരും മറക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.